ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും വന്നിരിക്കുന്ന ദിവസമാണ്. കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് പറഞ്ഞ കോടതി. അതുപോലെ ആ പീഡനത്തിൻ്റെ തീവ്രത വാർത്താമാധ്യമങ്ങളിൽ അല്പം അയവ് വന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുലിന് ജാമ്യം കിട്ടത്തക്ക തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നമുക്കറിയില്ല. കാരണം പോലീസ് ഇപ്പോൾ ഈ കേസെടുത്തതിൽ കാണിച്ചിരിക്കുന്ന വീഴ്ചകൾ നമ്മുടെ മുൻ DGP തന്നെ സെൻകുമാർ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പം സ്പഷ്ടമായിട്ട് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആർക്കെതിരെ എങ്ങനെയും കേസെടുക്കാം, സ്വാഭാവികം. ഇവർക്ക് വിചാരിച്ച ആര് പേരിൽ കേസെടുക്കാൻ പറ്റും. നമ്മുടെ പേരിൽ എത്ര കേസ് എടുത്തിട്ടുണ്ട്, എന്തെല്ലാം കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു മാതൃകയാണ് പോലീസ്. മാത്രമല്ല ഈ നോട്ട് അറസ്റ്റ് എന്നുള്ള സംഗതി ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? നോട്ട് അറസ്റ്റ് ഉണ്ട്. മാത്രമല്ല ഈ ഒന്നിലൊരു ജാമ്യമുണ്ട്, ഒന്നിൽ ജാമ്യഹർജി തീർപ്പാക്കാനും നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മൂന്നാമതൊരു കേസ് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ നിയമോപദേശം ആരാണ് ഇവർക്ക് കൊടുത്തതെന്ന് അറിയില്ല. എന്തായാലും അടുത്ത ദിവസം ഹൈക്കോടതി പരിഗണിക്കുന്ന ആ നീട്ടിവെച്ച മുൻകൂർ ജാമ്യാപേക്ഷയുടെ കേസുണ്ടല്ലോ, ആ കേസിൻ്റെ അടുത്ത ദിവസം പരിഗണിക്കുന്ന ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നിരീക്ഷണം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം കോടതിയെ മറികടന്നും കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റാണിത്. ഇതിനകത്ത് ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട്. ഇവർ ഒറ്റ ലക്ഷ്യമേ ഇട്ടിട്ടുള്ളൂ, എങ്ങനെയും അറസ്റ്റ് ചെയ്യുക. ഈ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുക എന്ന് പറയുന്ന പോലെ ഇവരുടെ ലക്ഷ്യം അറസ്റ്റാണ്. മാനം കെടുത്തിക്കുക, പരമാവധി കോൺഗ്രസിന്റെ സാധ്യത ഇല്ലാതാക്കുക, തൽക്കാലമുള്ള ഈ മാനഹാനി തടി തപ്പുക. ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടായ തിരിച്ചടിയും എല്ലാ പ്രശ്നത്തിലും തിരിച്ചടിയിരിക്കുന്ന സർക്കാരാണല്ലോ. സർവോപരി തന്ത്രിയുടെ അറസ്റ്റ് ഒരു വലിയ വിഷയമായിരുന്നു. അതെ, നമ്മളത് കണ്ടില്ലെന്നടിക്കരുത്. തന്ത്രിയുടെ അറസ്റ്റിൽ ഒരു വലിയ വിഭാഗം അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രസക്തമായൊരു ചോദ്യം, ഒരു തെറ്റും ഇല്ലെങ്കിൽ SIT വെറുതെ കയറി അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം. അവർ കൃത്യമായ കാര്യങ്ങൾ ഹൈക്കോടതി അറിയിക്കുന്നുണ്ട്. അപ്പോൾ പഴുതുകൾ അടച്ച് SIT അറസ്റ്റ് ചെയ്തപ്പോഴും തിരിച്ചടി വന്നിരിക്കുന്നത് സർക്കാർ. സ്വാഭാവികം മാത്രം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ നേരത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അതിൻ്റെ ആൾ ഞമ്മളാണെന്നും പറഞ്ഞ് സൈബർ സഹാക്കളല്ല ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, ഞങ്ങൾ വാസുവിനെ അറസ്റ്റ് ചെയ്തു, ഞങ്ങൾ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു, മുരാരിയെ പിടിച്ചകത്തിട്ടു. അപ്പം ഞങ്ങളുടെ SIT ഞങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിക്കുമെന്ന് ഇവർ ആദ്യമേ ഇവിടെ വിളംബരം ചെയ്തിരുന്നു. അപ്പോൾ ദാ വന്നിരിക്കുന്നു എന്ത്, താന്ത്രിയെ പിടിച്ചകത്തിട്ട്. അപ്പോൾ അതും ഞങ്ങളുടെ SIT ചെയ്താണ്. അപ്പോൾ ഉത്തരവാദി ആരാണ്? ഞങ്ങളുടെ SIT, ഞങ്ങളുടെ സർക്കാർ. പോരായെങ്കിൽ BJP ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കോൺഗ്രസ്സുകാർ അവിടെ ഇന്ന് പക്ഷേ ഡോക്ടർ KS രാധാകൃഷ്ണൻ തന്ത്രിക്കെതിരെ ഒരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് BJP ഒരു വിഭാഗത്തിന് തന്ത്രിയുടെ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. അപ്പോൾ നിലവിൽ ആ ഒരു വിഷയം കൂടി തലേ വരുമോ എന്ന് പേടിച്ച് ആവണം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടി അതിന്റെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. പിന്നെ സ്ഫടിക സിനിമയിൽ മോഹൻലാലിനെ സിൽക്ക് സ്മിതയുടെ കൂടെ കൊണ്ടുപോകുന്ന പോലെ ഒരു പൊതുദർശനം ഉണ്ടല്ലോ. അപ്പൊ ഇയാളെ ഈ പെണ്ണ് പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകാമല്ലോ, അവിടെ കൊണ്ടുപോവാ. അവിടെ അപ്പൊ പൊതിച്ചോറ് നീട്ടി ഒരു നാടകം കളിക്കാം. പൊതിച്ചോറ് നാടകമാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പൊതിച്ചോറിനെ കുറിച്ച് എന്തോ പറഞ്ഞു എന്നും പറഞ്ഞാണ് ഇന്നലെ പൊതിച്ചോറുമായിട്ട് ചെന്നു. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ രാഹുൽ അറസ്റ്റിലായ ചിത്രം വാർത്തയും ദേശാഭിമാനി കൊണ്ട് പൊതിഞ്ഞ പൊതിച്ചോറുകൾ അടുക്കിയിട്ട് ഇത് കാലത്തിൻ്റെ നിയോഗമാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഏതൊരു ട്രോൾ ഞാൻ കണ്ടിരുന്ന ഒരു പടം, ജയിലിൽ കിടക്കുന്ന പത്മകുമാറും വാസുവും വിജയകുമാറും ഒക്കെ പറയാണ്, അയാൾക്ക് കൊണ്ട് ഒരു പൊതിച്ചോറെങ്കിലും കൊടുത്തു, നമുക്ക് അതും തന്നില്ലല്ലോ, ജയിലിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ ശരിക്കും അതിനകത്ത് ഇനി നമ്മൾ രാഹുലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, രാഹുലിന് ഇത് ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ എന്തായാലും ഈ കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം എന്തായാലും കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മൾ അറിഞ്ഞിടത്തോളം ഇവിടുന്ന് അവർ ജാമ്യം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് മേൽക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു സെഷൻസ് കോടതിയിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമായിരിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ പോലീസ് ലക്ഷ്യമിടുന്നത് ഈ
ഒരു നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കൊണ്ട് നടക്കുക എല്ലായിടത്തും കൊണ്ട് നടന്ന് അപ്പം ആ യുവതിയുടെ മൊഴി എന്തൊക്കെയാണോ ആ മൊഴിയിൽ പറയുന്ന സ്ഥലത്തെല്ലാം ഇദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടി വരും. വടകര, പിന്നെ തിരുവല്ല, ഒരുപാട് സ്ഥലങ്ങളെ പേര് പറയുന്നുണ്ടോ, എല്ലായിടത്തും തിരുവല്ലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. നഗര മധ്യത്തിൽ തന്നെയുള്ള ഹോട്ടലിൽ തന്നെയാണ്, റോഡ് സൈഡിൽ എം സി റോഡിന്റെ തൊട്ട് സൈഡിൽ അങ്ങോട്ട് കയറുന്ന ഒരു ഹോട്ടലാണ്. ഹോട്ടൽ നമ്മൾ പേര് പറയുന്നില്ല. മറ്റേ വടകരയിലേക്ക് ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇവർ ഡ്രാഫ്റ്റ് ചെയ്ത പരാതിയിലും മൊഴിയിലും ലക്ഷ്യമിടേണ്ടവരെയൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് വടകര നമുക്ക് ഊഹിക്കാം ആരായിരിക്കും എന്നുള്ളത്. അവരുടെ ലക്ഷ്യം രണ്ടുപേരാണ്, ഒന്ന് ഷാബി പറമ്പിലും ഒന്ന് രാഹുൽ മാങ്കൂട്ടം. അത് പ്രധാന കാരണം പിണറായി വിജയന് നേരെ കൈ ചൂണ്ടി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഇവർ നേരിടാനുള്ള ഒരു പ്രധാന കാരണം പിണറായി വിജയന് നേരെ ഉയർന്ന കൈയാണ്. പിന്നെ DYFIക്കാർക്ക് നേരെ ഉയർന്ന കൈയാണ്. പിന്നെ ഇയാളുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്, അദ്ദേഹത്തിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിലാണെങ്കിലും അല്ലെങ്കിലും നല്ല ഭംഗിയായി. ഇപ്പം ഷാബി പറമ്പിൽ നിയമസഭയിൽ എങ്ങനെ സംസാരിക്കുന്നു അതിനേക്കാൾ ഒരുപക്ഷെ ഭംഗിയായിട്ടാണ് രാഹുൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് പേരാണ് ഷാബിയും രാഹുലും. അവർ നമ്മൾ കോൺഗ്രസിൻ്റെ പൊളിറ്റീഷ്യന്മാർ എന്നുള്ള നിലയിൽ നിന്നല്ല, യുവജനങ്ങൾക്കിടയിൽ ഇപ്പോഴത്തെ പൊളിറ്റീഷ്യന്മാർക്കിടയിലെ യുവജനങ്ങളെ വെച്ച് സംബന്ധിച്ച് നോക്കിയാൽ നന്നായി വിഷയം അവതരിപ്പിച്ച്, അതായത് ലളിതമായ ഭാഷയിൽ, അല്ലാതെ MP ഗോവിന്ദനും M സ്വരാജും അവതരിപ്പിക്കുന്ന പോലെ മനുഷ്യന് മനസ്സിലാകാത്ത പോലല്ല. ഇവര് മനുഷ്യന് സത്യാനന്തര കാലഘട്ടം ഒന്നുമല്ല അവർ പറയുന്നത്. അവര് നേരെ മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ സംവദിക്കുന്നതിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. ഇത് ഒരാൾ പറയുന്ന ഒരു ജനക്കൂട്ടത്തിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ അവിടെ രാജാവാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനോട് ഇവർക്ക് ജനത്തിനൊരു ആഭിമുഖ്യമുള്ള. അത് അങ്ങനെയാണ്. കാരണം എപ്പോഴും ഇവർ അത്തരത്തിൽ കാര്യങ്ങൾ ഭംഗിയായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുള്ള ആളുടെ പരമാവധി നാറ്റിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം രീതിയാണ്. എത്രയോ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം പോലും പിണറായി വിജയനെയും സർക്കാരിനെയും ട്രോളുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ട്രോളി. ക്യാപ്റ്റന്റെ കപ്പൽ മുങ്ങുന്നു, ഓരോരുത്തർ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ല, ചാടുന്നു എന്നും പറഞ്ഞ് അദ്ദേഹം റജി പോയപ്പോൾ ഉള്ള ഒരു. അപ്പം അത്തരം സംഗതികൾ, അതായത് ഇത്രയൊക്കെ ആയിട്ടും ജഗതി മിന്നാര സിനിമയെ പറഞ്ഞാൽ ഇവന്റെ അണ്ണാക്കി കയറിയിരുന്ന് വെടിവെച്ചെങ്കിൽ ശരിയാവുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇവനെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. ഇവൻ വീണ്ടും ഇവർക്കെതിരെ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല സപ്പോർട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്നുണ്ട് ഇവർക്ക്. അതിന് ഇപ്പം ഇന്ന് ഞാൻ കണ്ടതാണ്, പത്തനംതിട്ട വള്ളംകുളത്തുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇയാൾക്ക് ശത്രുസംഹാര പൂജയും പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ട്, അതുപോലെ തന്നെ അടുത്തുള്ള പള്ളിയിൽ പോയി അവിടെ നേർച്ച കാഴ്ചകൾ ഇട്ടിരിക്കുന്നു. പത്തനംതിട്ടയിലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ. അല്ല, മാത്രമല്ല എപ്പോഴും കോൺഗ്രസിലുള്ള ഒരു വലിയ വിഷയം ആ പാർട്ടിപ്പെട്ട ഒരുത്തൻ്റെ ആപത്ത് വന്നാൽ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ചവിട്ടുവാൻ. അത് CPM നേരെ തിരിച്ചാണ്. അവൻ എന്ത് കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ എല്ലാവരും കൂടെ കൂട്ടത്തോടാണ്. പക്ഷേ നമുക്ക് അറിയാം, കോൺഗ്രസ്സിൽ 1-2 ന്യൂജൻ വനിതാ നേതാക്കൾ മാത്രമാണ് ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് പിന്നിൽ മറ്റുള്ള അജണ്ടകൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷേ വേറെ ഒരാളും, മുതിർന്ന നേതാക്കളടക്കം സംയമനം പാലിച്ചു. ഇപ്പോൾ VD സതീശനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല, നിയമമാണല്ലോ, കാരണം ഞങ്ങൾ അവരെ അയാളെ വിട്ടു, നമ്മളെ പാർട്ടിക്കാരനല്ല. അതാണ് അവരെ ഏറ്റവും വലിയ ന്യായം. ഈ കോൺഗ്രസ് സമീപഭാവിയിൽ ചെയ്ത ഏറ്റവും ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു ഇയാളെ പുറത്താക്കിയത്. പത്മകുമാർ ഇപ്പോഴും പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അതാണ് അതുകൊണ്ട് തന്നെയാണ് വാസുവും പത്മകുമാറും ഒക്കെ ഇപ്പോഴും പാർട്ടിക്കകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇവർ കിടന്ന് വിയർക്കുന്നത്. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് കൃത്യമായിട്ട് അവർ പുറത്താക്കിയതിന് ശേഷം ഞാനിപ്പോഴും ഓർക്കുന്നു, പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ VD സതീശനോട് ചോദിച്ചു, എനിക്കറിയില്ല അയാൾ പാർട്ടിക്ക് വെളിയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുത്തി പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു? അദ്ദേഹം മാത്രമല്ല, KPCC പ്രസിഡന്റ് തന്നെയാണ് പറയുന്നത്. അല്ല, എനിക്ക് ഇതിൽ നമ്മൾ ശരിക്കും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യം, വിശാഖനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നാട്ടുകാരൻ കൂടിയാണ്. ഇതിൻ്റെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അമ്മ വളരെ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചു, അമ്മ വളർത്തിയൊക്കെ ഉണ്ട്. ആ വീട്ടുകാരുടെ ഒരു മാനസിക അവസ്ഥ എന്താണ്? ഒരു നാട്ടുകാരെന്നുള്ളതിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? വീട്ടുകാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വീട്ടുകാരെക്കാൾ ഉപരി ഇയാളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ രാഹുലിന്റെ തീർച്ചയായും. ഇനി ഇയാൾ പരാജയപ്പെടുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അയാളുടെ ചുണ്ടത്തെ ആ പുഞ്ചിരി അമ്മയ്ക്ക് വേണ്ടിയുള്ളതാവും. അമ്മ എനിക്കൊന്നുമില്ല, ഞാനിതിനെ നേരിടുമെന്ന് അയാൾ ആ പുഞ്ചിരിയോടുകൂടി ആ ഒരു സന്ദേശമായിരിക്കും കൊടുക്കുന്നത്. അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന സന്ദേശമാണ്.
ആ മകൻ തകർന്നു പോയാൽ അമ്മ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ അമ്മ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ഇവിടുത്തെ ഈ രാഷ്ട്രീയ പകപോക്കലുടെയൊക്കെ ചിത്രം മാറും. നമ്മളൊരിക്കലും രാഹുൽ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ അയാൾക്ക് ചില പ്രൊട്ടക്ഷൻസുകൾ അതിനകത്ത് ഉണ്ട്. അത് വെച്ച് വേണം നമ്മൾ അത് സംസാരിക്കാൻ. നമ്മളിതിനകത്ത് ഇയാളൊരു വലിയ പീഡകനാണ്, അല്ലെങ്കിൽ മറ്റേ സിനിമയിൽ ശങ്കരാടിയുടെ കുമാരമുള്ള സാർ പറയുമ്പോൾ മറ്റേ പറഞ്ഞാലും ചെറുപ്പക്കാരുണ്ട്, അവൻ വല്ല പെണ്ണ് കേസിലും ചെറുപ്പ കേസിലും പെടുത്തി അവനെ നാട്ടി വയ്ക്കാന്ന് പറയില്ലേ, അതിൻ്റെ വേറെ പതിപ്പാണിത്. എന്തായാലും നാളെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. എന്താകും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി എന്ന് നാളെ അറിയാം. ഈ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാൽ അത് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ വലിയ തിരിച്ചടി ഉണ്ട്. കാരണം രാഹുലിൻ്റെ അറസ്റ്റിൽ വ്യാപകമായ ഒരു ജനരോഷം ജനങ്ങളുടെ ഇടയിൽ, നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു പൾസ് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. എന്തായാലും നാളത്തെ ഒരു വിധിക്കായത് നമുക്ക് കാത്തിരിക്കാം.